സൗദിയിലെ ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങളുടെ എണ്ണത്തിൽ വർധനവ്. ഈ വർഷം ആദ്യ പാദത്തിൽ ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവ് രേഖപ്പെടുത്തി. പ്രതിവർഷം 78% വരെ വളർച്ചയുണ്ടായി. സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ രാജ്യത്തെ സർവീസ്ഡ് അപ്പാർട്ട്മെന്റുകളുടെ വാടകയിൽ 23% വരെ കുറവ് വന്നതായും ഗസ്റ്റാറ്റ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകളിലാണ് വർധനവ് രേഖപ്പെടുത്തിയത്. 2025 ആദ്യപാദത്തിൽ സൗദി അറേബ്യയുടെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ലൈസൻസുള്ള ടൂറിസ്റ്റ് ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങളുടെ എണ്ണത്തിൽ ശ്രദ്ധേയമായ വളർച്ചയുണ്ടായതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2025 ആദ്യപാദത്തിൽ രാജ്യത്തെ ലൈസൻസുള്ള ടൂറിസം ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങളുടെ എണ്ണം 5000 ഉയർന്നു. ഇവയിൽ 2400 എണ്ണം ഹോട്ടൽ മേഖലയിലും 2600 എണ്ണം സർവീസ് അപ്പാർട്ട്മെന്റ് മേഖലയിലുമാണ് ലൈസൻസുകൾ അനുവദിച്ചിട്ടുള്ളത്. മേഖലയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച സൗദി അറേബ്യയുടെ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചറിലെ വ്യക്തമായ വികസനത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഒപ്പം വളരുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ രാജ്യം അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതായും ദേശീയ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമായ മേഖലയായി മാറിയെന്നതിന് തെളിവാണെന്നും ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്തുള്ളവർ പറയുന്നു. ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ സർവീസ് അപ്പാർട്ട്മെന്റുകളുടെയും മറ്റ് ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങളുടെയും വാടകയിൽ ചരിത്രപരമായ ഇടിവും രേഖപ്പെടുത്തി. മദീന മേഖലയിൽ 23%, കിഴക്കൻ പ്രവിശ്യയിൽ 22.6%, അൽജോഫ് 21%, നജ്റാൻ 19%, അൽഖസീമിൽ 14%, വടക്കൻ അതിർത്തികൾ റിയാദ് മേഖലയിൽ യഥാക്രമം 13%, 9% ഇടിവ് രേഖപ്പെടുത്തി. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം.